ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഇന്നത്തെ പണി ഫുഡ് ഒപ്പിക്കലാണ്. ഇന്നലെ കണ്ടതല്ലേ, നല്ല പണി കിട്ടിയതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്കപ്പോൾ ഇതിനൊന്ന് മാക്സിമം എന്തെല്ലാം കിട്ടുമെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം. ഒരു വീച്ചിൽ കിട്ടുള്ളൂ. പുറത്തധികം വെച്ചിട്ടില്ല, ഒരു സീനുള്ള ഇവിടെ നിന്ന് ഒരിക്കലും ലോസ്റ്റ് ആയി പോകരുത്. പൊയ്ക്കരടിക്ക് എല്ലാം പോയി. ഇവിടെ അടുത്ത് ജംഗിളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ ഫോൺ കിട്ടിയില്ല. ഈ വീച്ചിലല്ലേ വേണ്ടേ? നേരെ വീസാത്തോളോ. നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നമ്മുടെ തത്തമ്മ കുട്ടീനെ ചത്ത് നമുക്കപ്പോൾ ഇതിനൊന്ന് ടൈമേ പോവല്ലേ. അങ്ങനെ ജെയ്സായിട്ട് അത് എസ്കേപ്പായി. ഓക്കെ, അത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഇങ്ങനെ തോന്നി തുടങ്ങി വരല്ലേ. തത്തമ്മേ തത്തേ നൈസായിട്ട് തത്ത രക്ഷപ്പെട്ടു. ചേർന്ന് ഫ്രൈ അടിക്കായിരുന്നു. ഞാനിത് ഇങ്ങോട്ട് കൂടെ മര്യാദയ്ക്ക് കയറി. ബെസ്റ്റ് കേസ് നമ്മൾ ലോസ്റ്റ് ആയി പോയി. ഇനി വണ്ടിയിലേക്ക് ഇനി എങ്ങനെയാണ് വലിച്ചു കയറണേ? എൻ്റെ വണ്ടിയിലേക്ക് ഇനി വലിയ കയറാൻ. ഗൈസ്, അപ്പോൾ അടുത്ത് ഇവിടെ അയണും കോളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാട്ടോ നമ്മുടെ ബേസ്. ഉറപ്പിച്ച് ഇത് തന്നെ ബേസ് ഇത് തന്നെ. ബേസിന് വേണ്ട കാര്യങ്ങൾ വേഗം ചെയ്യട്ടെ. ഫസ്റ്റ് തന്നെ പോയിട്ടേ കുറച്ച് ഇതിൽ സ്റ്റോൺ എടുത്തുകൊണ്ട് പോയിട്ട് ലേശം 3 സ്റ്റോൺ എന്നിട്ട് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ അയോൺ ആക്സും വേണ്ട, സ്റ്റോൺ ആക്സ് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ പണി. അവിടെ എനിക്കിഷ്ടം പോലെയുണ്ട്. പിന്നെ ലേശം സാപ്ലിങ് കൊടുക്കണം. നമുക്ക് പഠിപ്പുള്ള കഴിക്കുന്നില്ല ഉണ്ടോ? അതുണ്ടോ അതൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യാനുള്ളതാണ്. അയ്യോ, ഞാൻ ചിക്കൻ കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു സാപ്ലിങ്ങിൻ്റെ പൊട്ടിച്ചോണ്ടിരിക്കുന്നു. ഒരു സാപ്ലിങ് കിട്ടി. യെസ് ഈ ഒരു സാപ്ലിങ് കിട്ടി. അല്ല, ഇനിയിപ്പോൾ ഒരു ട്രീ ഫാമൊക്കെ ഉണ്ടാക്കാനുള്ളത് അതൊക്കെ നമുക്ക് പിന്നെ ഇവിടെ പ്ലാൻ ചെയ്തേക്കാം. ഓക്കെ, ഇനി കുറച്ച് കാലത്തേക്ക് ഇതായിരിക്കും നമ്മുടെ ബേസ്. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി ഇൻഗറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വേഗം തന്നെ നമുക്ക് ഇതിലേക്ക് മാറാം, സ്റ്റോണിലേക്ക്.
ഇവിടെ നീതി ഒരു പിക്കാക്സ് സ്വാഡ് ഒരു ആക്സ് ഇപ്പം ഈയൊരു മിക്സ് പ്ലാസ്റ്റിക് ചന്ദ്രമുഞ്ഞ അതിനുണ്ട്. ഓക്കെ ഇതിൻ്റെ മുകളിലേക്ക് ചാടിക്കും. ഓക്കെ നോക്കി അത് ക്രാഫ്റ്റിലേക്ക് അതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഫർണൈസ്. ഓക്കെ അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് നമ്മുടെ വേസാക്കാം തൽക്കാലത്തേക്ക് കേട്ടോ. ഇതിപ്പോൾ വാട്ടർ ബക്കറ്റ് നോക്കിയൊക്കെ നമ്മളെപ്പോഴും കുളിക്കുമ്പോൾ അതിൻ്റെ ഇതേപോലെ കുളിക്കണം. പുറത്തേക്ക് ഇറങ്ങാൻ പേടി ചെസ്റ്റ് ഒരു ചെസ്റ്റ് പറഞ്ഞു അതിന് നല്ല ടൂൾസ് എല്ലാം എടുത്ത് വെച്ചോ. എല്ലാ സാധനവും അതിൽ അപ്പോൾ ഈ ഒരു സൗണ്ട് ഇതും പോട്ടെ. ഓക്കെ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അയ്യോ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇറങ്ങണ്ട. ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഡോർ പിടിക്കാൻ പറ്റില്ല. ഫസ്റ്റ് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതെനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് ചെയ്യും. ഭാഗ്യം ഇത് രണ്ട് കിട്ടുന്നതുകൊണ്ട് രണ്ട് കെട്ട ആർമറുണ്ട്. ഫുഡിന് നല്ല രസം കേട്ടോ, ഒന്നും കഴിക്കാനില്ല. കുറച്ച് ടോർച്ച് ഉണ്ടാക്കി എന്നിട്ട് ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യണം. ഫർണസിനകത്ത് പോയിരിക്കണ്ടല്ലോ. ആ പിന്നെ പകുതി കൊടുക്കുക. ഇതിന് അങ്ങനെ നമ്മുടെ മിനി സെറ്റപ്പ് റെഡി വേണ്ടി എനിക്ക് സാധിക്കും. പിന്നെ നമ്മുടെ അതെടുത്തിട്ട് വെറുതെ പണി വാങ്ങിക്കണ്ട. ഷാപ്പിന് അവിടെ നട്ടാൽ
ഡേർട്ടില്ലെന്ന് നല്ലതാണ്. ക്യാമ്പ് ഫയറിനിപ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കി വെക്കണം. ഓ അയ്യോടാ, ഒരു ഷീപ്പിനെ അവിടെ നിന്ന് വീട്ട് വെടിയായിട്ടേ ഒരു ഷീപ്പിനെ അവിടെ നിന്ന് ഇങ്ങനെ ഇടിച്ചോണ്ട് വരണം. എന്നിട്ട് ഞാൻ എന്തിനാ വന്ന അയണും കെട്ടൻ്റെ കാട് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര ഉണ്ടാക്കി. അപ്പം ഇതാണ് ഇപ്പം നമ്മുടെ തലക്കാർക്ക് പ്ലസ് ടു തെല്ലി കുട്ടിച്ച ആവശ്യം ഉണ്ടായില്ല. ഇതും ഇവരെയുള്ള പൊട്ടിച്ച ഡീറ്റെയിൽസ് വെച്ചിട്ട് പഠിപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. കല നമ്മളങ്ങനെ തിരിച്ചു കയറിപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് ട്രാപ്പ് ഡോർ ആക്കണം. കുറേയും ഇറങ്ങിയൊക്കെ ചെയ്യാം. ട്രാപ്പ് ഡോറിന് എത്ര കിട്ടുന്നു? തിരിച്ച് കയറിപ്പോവാനാ? നല്ല മ്യൂസിക്. രാവിലെയായി രാത്രിയായി വാക്കറിഞ്ഞ് പണിയരാൻ വേണ്ടി ഓമണം പോലെ ഒരു സ്ലാബ് വേണമെന്നില്ല. സ്ലാബ് വെച്ചിട്ടുണ്ട് പറഞ്ഞു വരുന്നത്. ഞാൻ നിങ്ങൾ നിൽക്കുക. പൊട്ടിച്ചിട്ട് ഇവിടെ എണ്ണ ഓടിക്കുന്നു.
അയ്യോ ദൈവമേ, അതിനേക്കാളും വലിയ പണി മഴ. ഇപ്പം മഴ വേഗം മാറണം. മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് തീ പിടിക്കത്തില്ല, അതാണ് പിന്നെ ഹങ്കർ കുറഞ്ഞ് മഞ്ഞുണ്ട്. അയ്യോ പെട്ടെന്ന് അങ്ങനെ ഇപ്പം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചിക്കാൻ വല്ല തോന്നി മതമാണ്. ഓട്ടം പ്ലസ് കിട്ടിയത് വേറെ തോന്നിയത് ഇങ്ങനെ കൊണ്ടുവന്നത് നിൽക്കാം. ശേഷം ചാർജടിച്ചിറങ്ങി ചില സോങ്ങുകളാണ് ഒരു സോമ്പിങ്ങനെ വന്നിട്ട് നിറയാതെ സ്ലിപ്പായിട്ട് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഞാൻ ലഭിച്ചു. ാണ് ഗൈസ് അവിടെ ഇങ്ങനെ നിൽക്കാം. മഴ മാറുന്നതിൽ രക്ഷയില്ല. എനിക്ക് കൂടി നമ്മൾ നിങ്ങൾ കരകര കാണിക്കാം. എനിക്ക് പറ്റും. ചുമ്മാ ഇതൊക്കെ വായിച്ചോണ്ടിരിക്കും. ഒരു കോർഡിനേറ്റ്സ് നമുക്കൊന്ന് ഓൺ ചെയ്തിടാം. കസ്റ്റം ഫീറ്റ്സ് വേണ്ട, ഫീറ്റ്സ് വേണ്ട. നമ്മൾ ചെയ്യുന്നത് തെറ്റായി. ഇതെല്ലാം കീബോർഡ് ചുമ്മാ പീസ്ഫുള്ളുണ്ട്. പീസ്ഫുൾ നല്ലതാണ്. പീസ്ഫുൾ ആണ്. അപ്പം ഇതിനകത്തുള്ള മോഡ്സ് എല്ലാം ചെറുപ്പുണ്ടാവും. മോഡ്സ്
ജസ്റ്റ് അമ്മാവല്ലേ ക്രൗച്ച് കഴിഞ്ഞത് എടുക്കും ക്രാഫ്റ്റിംഗ് ടേബിളിൽ പൊട്ടാൻ പറ്റും. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ മണ്ടയിൽ സ്ലാബ് വെച്ച പോലെ മിക്കവാറും ഈ സാധനം നമ്മൾ ഉണ്ടാക്കുന്നത് കോവിഡ് സൺബാർ എന്തിനേക്കാളും മുന്നോട്ട് അത്യാവശ്യം സ്റ്റോണും കൊണ്ട് ബങ്കർ ഉണ്ടാക്കരുത് ഒരിക്കലും. ഇതേപോലെ ബങ്കർ ഉണ്ടാക്കുക ഇരിക്കുന്നത് നല്ല കഷ്ടപ്പാടാണ്. അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം കയ്യിൽ കൊടുത്തിട്ട് മഴയൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇത് നല്ല പാടാണ് എടുക്കാൻ. നല്ല രസമുണ്ട്. അയ്യോ വിച്ച് 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 ഇതേ ക്രൗച്ചിന്ന് ഇറങ്ങണ പൊട്ടാ. ലാഡ്രിന്ന് ഇറങ്ങ് സൈഡിലേക്ക് പോവാം. പാവം വിച്ചടിച്ചടിച്ചടിച്ച് അവനും അടിച്ച് പോയിസൺ. എൻ്റെ പൊന്നോ ഒരുമാതിരി ആട്ടെ ഒരുമാതിരി വൃത്തികെട്ട ചെയ്ത വീഴ്ചേ. അടുത്ത് വില്ലേജ് ഉണ്ട്, അത് ഉറപ്പാ. വിളിച്ച് പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. പോലീസിനടിച്ച് ഉള്ള ഹാർട്ട് ഞാൻ പോയില്ല. ഫുഡ് കാണാൻ കിട്ടില്ല. അടുത്ത് റിവർ ഉണ്ട്, അവിടെ പോയിട്ട് വെള്ളം എടുക്കുന്നില്ല. ഇവിടെങ്ങാനും വെള്ളം വന്നാൽ അതിലൊക്കെ ഞാൻ അടിക്കും. സ്കെലട്ടൻ്റെ ശബ്ദം എനിക്ക് ഇപ്പോഴും കേൾക്കാം. എൻ്റെ അർത്ഥം ദേ ഡോണ്ട് ഗോ, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് എന്നെ കണ്ടതുകൊണ്ട് തന്നെ എന്നെ കൊല്ലാതെ നിൽക്കില്ല. ദേഷ്യമുണ്ട്. അമ്മേ ഞാൻ വീട്ടിൽ അടിയിലേക്ക് ഒരു ബ്ലോക്ക് വയ്ക്കാൻ പറ്റാത്ത ക്രൗച്ചിന് മാറിയിട്ട് ബ്ലോക്ക് വയ്ക്കുന്നുണ്ട്. പക്ഷെ വണ്ടിയിൽ സാധനം ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് വയ്ക്കാൻ പറ്റും. ക്ഷമിച്ചെടുക്കാം, അത് ചെയ്യാവുന്ന തണുപ്പുണ്ട്. മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റും. ചെക്ക് ചെയ്യും. ഓക്കെ ചെക്കടി ചോദിച്ചപ്പോൾ അത് സെറ്റിങ്സിലൊന്നും പോവാം. എന്നിട്ടേ
കീബോർഡാണ് നോക്കുന്നത്. ഞാനത് പറ്റിയിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷങ്ങളെ പറ്റിയിരിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന വയസ്സിനെ പറ്റിയിരിക്കുക. അയ്യാ നല്ല പഴം കേട്ടോ. കണ്ടടിച്ച് പൊട്ടി അടുത്തുണ്ടാവും. എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ എവിടെ എടുത്ത് വീഡിയോ ഒന്നും പേടിക്കണ്ട. ചിലപ്പോൾ വേണേ കാണാമല്ലോ. എന്നാൽ അവരൊന്നും അവിടെ നിൽക്കത്തില്ല. വെട്ടി 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 നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. സ്വാക്സ് ആണോ നല്ലത്, സ്വാഗാണോ നല്ലത് എന്ന് പറയണേ. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ടീച്ചറൊന്നും വേറെ പണിയില്ലടേ. മഴ ഇതുവരെ നിന്നിട്ടില്ല ടൈസ്. എൻ്റെ കയ്യിൽ ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ അടുത്ത് വില്ലേജ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അടിച്ചിട്ട് ഇവിടേക്ക് വന്നേക്കണം. ഇവിടെ രാത്രിയാണ്. ഇവിടെ മഴ രക്ഷയില്ലാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതെല്ലാം ശരിയാക്കാം.